എന്തുകൊണ്ട് കുറേ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ക്ലയൻസ് ജീവിതകാലം മുഴുവൻ നിന്നു പോകുന്നു? കുറേ ട്രെയിനേഴ്സിന് ക്ലയൻസിനെ എപ്പോഴും മാർക്കറ്റിൽ തിരയേണ്ടി വരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ കിടക്കുന്നത് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷനിലാണ്. ഇത് പേഴ്സണൽ ട്രെയിനിങ് കണ്ടക്സ്റ്റിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങളൊരാൾക്ക് ഒരു മീൻ കൊടുക്കുക, അയാൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കും. നിങ്ങളൊരാളെ മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, അയാൾ ജീവിതകാലം മുഴുവൻ ഭക്ഷണം കഴിക്കും. എക്സ്റ്റെൻസിക്കലി നിങ്ങൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരാളെ പുഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, കാലാകാലം നിങ്ങൾ അയാളെ പുഷ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് വേണ്ടി പങ്കെടുക്കുകയാണ്, അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് ബോഡി സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുകയാണ്. എന്ത് പുറത്തുള്ള കാര്യത്തിന് വേണ്ടി ഒരാൾ ചെയ്തു കഴിഞ്ഞാലും ആ ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെയുള്ള ഒരു മോട്ടിവേഷനേ അതുള്ളൂ. പക്ഷേ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ജോയ് ഓഫ് പാർട്ടിസിപ്പേഷനാണ്. അത് ദ ഇൻഹറൻറ്റ് പ്ലഷർ ദാറ്റ് കം ഫ്രം ദ എൻഗേജ്മെൻറ്റ് ഇറ്റ് സെൽഫ്. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹാപ്പിനെസ് വരിക. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ജിമ്മിൽ നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് ജിമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡമാണ്, ഹാപ്പിനെസ്സാണ്, റിലാക്സേഷനാണ്. ആ ഒരു മെത്തേഡിലേക്ക് നിങ്ങളുടെ ക്ലയൻറ്റിനെ വളർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കാലാകാലം എക്സസൈസാക്കി മാറ്റാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ക്ലയൻസിനെ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആക്കണമെങ്കിൽ അവർക്ക് വേണ്ട 3 സൈക്കോളജിക്കൽ നീഡ്സാണ് ഓട്ടോണമി, റിലേറ്റഡ്നെസ് ആൻഡ് കോമ്പറ്റൻസ്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഫിറ്റ്നസ് സർട്ടിഫിക്കേഷന് വേണ്ടി ഗ്രീൻസിനെ ഫോളോ ചെയ്യാം.